നമസ്കാരം. 11ാം ദിവസവും അയവൊന്നുമില്ല. ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ഫോർദോ ആണവ നിലയത്തിന് സമീപത്തായിരുന്നു ആക്രമണം. അതേസമയം US-ന്റെ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ ഇറാൻ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാന്റിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന് വിവരമുണ്ട്. ഫോർദോ പ്ലാന്റിലെ യുറേനിയവും മറ്റു ഉപകരണങ്ങളും ഇറാൻ മാറ്റിയോ? ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്നും ട്രക്കുകളുടെ നീക്കം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. US ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്നും ആവർത്തിക്കുന്നുണ്ട് ഇറാൻ. ഇതിനിടെ സിറിയയിലെ ഹസക്കയിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ മിസൈൽ ആക്രമണം നടന്നു എന്നും ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുകയാണ്. വടക്കിഴക്കൻ സിറിയയിലെ ഹസക്കയുടെ വടക്കൻ മേഖലയിലെ അൽ ദാർബാസയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപത്തായി തിരിച്ചറിയാത്ത മിസൈലുകളുടെ സാന്നിധ്യം ഞായറാഴ്ച രാത്രി ഉണ്ടായി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തുടർ ആക്രമണങ്ങളിലും ദുർബലപ്പെടുന്നില്ലേ ഇറാൻ? വിദേശകാര്യ നിരീക്ഷകരായ ശ്രീ MS വേണുഗോപാൽ, ശ്രീ മിഥുൻ വിജയകുമാർ, കേണൽ ഡിന്നി, ശ്രീ PJ വിൻസെന്റ്, പ്രൊഫസർ ജോസ് കുട്ടി എന്നിവർ ആണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം കേണൽ ഡിന്നി, ദിവസങ്ങൾ പിന്നിടുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എങ്കിലും സമാധാന നീക്കങ്ങൾ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഈ ആക്രമണത്തിൻ്റെ തീവ്രത കുറയുന്നു എന്ന് കണക്കാക്കാനാവില്ല. ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതും ഫോർദോ ആണവ കേന്ദ്രത്തെ തന്നെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ അതിനോട് ചേർന്നുള്ള പാത, റോഡിൽ ഒക്കെ ആണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നതാണ് വിവരം. അപ്പോൾ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കുന്നില്ല. ഇറാൻ ആകട്ടെ തിരിച്ചടിക്കുമെന്ന് പറയുക മാത്രമല്ല, അത്തരം സൂചനകൾ നൽകുന്നുണ്ട് താനും. ഇത് എവിടേക്കാണ് ഈ പോക്ക് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ ശ്രീ അഭിലാഷ്, നമ്മൾ നേരത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോഴും ഈ ഒരു കോൺഫ്ലിക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം തൊട്ടേ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളും ഏകദേശം കാപ്പബിലിറ്റി ഉള്ള സൈനികമായിട്ടുള്ള തുല്യ കാപ്പബിലിറ്റി ഉള്ളതാണ്. ചില കാര്യത്തിൽ ഇറാൻ ബെറ്റർ ആണ്, ചില കാര്യത്തിൽ ഇസ്രായേൽ ബെറ്റർ ആണ്. അപ്പം അവരവരുടെ അഡ്വാൻറ്റേജസും അവരവരുടെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്ത് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും അവർക്ക് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും നഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഇന്ന് അവിടുത്തെ ഒരു ഈ എന്താ പറയുക വാർണിംഗ് സിസ്റ്റം ഒരു സ്ഥലത്ത് അത് കറക്റ്റായിട്ട് അവർക്ക് വാർണിംഗ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്നു. അതൊന്നും ഒരിക്കലും മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ ഒരിക്കലും കാണാത്ത കാര്യമാണ്. അതായത് അവർക്ക് അവിടുത്തെ സിറ്റിസൻസിന് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ മുൻപ് തന്നെ ഈ വാർണിംഗ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ബങ്കേഴ്സിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ ഇപ്പം അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫെയിലിയർ കണ്ടു. അപ്പൊ ഇതൊക്കെ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം പ്രഷർ, ആ അയൺ ഡോം ആയാലും ശരി, മറ്റു കാര്യങ്ങളായാലും ശരി, അതിനൊക്കെ ഒരു ഓപ്പറേഷണൽ പ്രഷർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നടക്കും. അപ്പം ഇപ്പൊ നടക്കുന്നത് ഒരു വാർ ഓഫ് അട്രീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അവൈലബിൾ റിസോഴ്സസ് വെച്ച് സ്ട്രൈക്ക് ചെയ്യുക, അതിന് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇസ്രായേൽ വീണ്ടും ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തതിന്റെ ഒരു കാരണം ധാരാളം അനലിസ്റ്റുകൾ പറയുന്നതും ഇറാന്റെ ഭാഗത്തു നിന്ന് ചില റിപ്പോർട്ടുകളും വന്നത്, അതായത് ഈ US ഈ 3 ന്യൂക്ലിയർ സൈറ്റ്സിന് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇറാൻ അവിടുന്ന് അവരുടെ ഈ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാറ്റിയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനകത്ത് 16ഓളം ട്രക്കുകളുടെയൊക്കെ നമ്മൾ ഫോട്ടോസ് കണ്ടിരുന്നു. അതെ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ അങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെ, സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ കണ്ടിരുന്നു. ആൻഡ് ലോജിക്കലി ഓൾസോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അത് അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചേക്കും എന്ന് വളരെ എന്താ പറഞ്ഞ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആർക്ക്. പക്ഷെ അതിനെ മറികടക്കുന്ന വേറൊരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇത്രയും സോളിഡ് ആയിട്ടുള്ള മൊസാദിന്റെ ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്, അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവരെ അറിയാതെ ഇറാന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നും പോലും ഇവർക്ക് അറിയാൻ പറ്റും എന്നാണ് ഞാനും കരുതുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഇസ്രായേൽ ഇന്നും വീണ്ടും
ഈ ന്യൂക്ലിയർ സൈറ്റ്സിന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ വേണ്ട രീതിയിലുള്ള ഒരു ഡീഗ്രഡേഷൻ എത്രയാണ് അവർ എക്സ്പെക്ട് ചെയ്തത് അതിലും കുറച്ചും കൂടെ വേണം എന്നുള്ള രീതിയിൽ ആയിരിക്കും. കാരണം നമ്മൾ അവിടെ കേണൽ ഡിന്നി, ഇതിലിപ്പോൾ നമുക്കറിയാമല്ലോ, അതായത് ഈ ഫോർദോ ആണവ നിലയത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അത് ഭൂമിക്കടിയിലാണ്, വലിയ താഴ്ചയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവരുടെ യുദ്ധക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം, ഇടപെടൽ ഉണ്ടാകണമെന്ന് കരുതുകയും ചെയ്തു. അവിടെ ഒരു പക്ഷേ അമേരിക്ക തന്ത്രപരമായൊരു നിലപാട് സ്വീകരിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന തരത്തിൽ മറുപടി നൽകുന്ന അതേ സമയത്ത് തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണല്ലോ അറിയുന്നത്. പക്ഷേ അപ്പോഴും ഈ അമേരിക്കയുടെ ഇടപെടലിനുള്ള ഒരു സാധ്യത മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ നീക്കങ്ങൾ നടത്തിയതായി വിലയിരുത്തിക്കൂടെ? അതെ, തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഒരു ഇറാൻ പോലൊരു രാജ്യം, ഒരു കോൺഫ്ലിക്റ്റ് ഓൾറെഡി ഉണ്ട്. അവർ ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ തുടങ്ങുമെന്ന് അവർക്കും അറിയായിരുന്നു. അങ്ങനെ US ഏത് നിമിഷം വേണമെങ്കിലും അതിനകത്ത് പങ്കുചേരാമെന്നും അവർക്കറിയായിരിക്കും. അപ്പൊ സാധാരണ രീതിയിൽ അവരുടെ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നോക്കൂ, അമേരിക്ക പോലും അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന്റെ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഫൈറ്റർ എയർബേസിൽ നിന്ന് അവർ മാറ്റിയിരുന്നു. കാരണം അവര് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അറ്റാക്ക് അങ്ങോട്ട് വരരുതെന്ന് വെച്ചിട്ടാണ് അവർ മാറ്റിയത്. അപ്പൊ അതൊരു നോർമൽ പ്രൊസീജിയർ ആണ്. ആ രീതിയിലേക്ക് ചിലപ്പം ഇറാൻ അവരുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏത് ഫോമിലാണോ എത്രമാത്രം ഉണ്ട് എന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർക്ക് ഏതെങ്കിലും കാര്യം അവർക്ക് സേഫ് ഗാർഡായിട്ട് വെക്കണം എന്നുള്ള കാര്യങ്ങൾ അത് മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. അത് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം അപ്പൊ ഒരു ചോദ്യം ഡെഫിനറ്റ്ലി വരും, US എന്താണ് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്? US സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചറും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണിയുന്ന കാര്യമല്ല, അതിനും വർഷങ്ങളെടുക്കും. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡാമേജ് ചെയ്ത് ആ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്. അത് അങ്ങ് പറഞ്ഞ പോലെ ആ B2 ബോംബേഴ്സ് വെച്ച് GBU-57 എന്ന് പറയുന്ന ബങ്കർ ബേസ്റ്റിംഗ് ബോംബ്സ് വെച്ച് മാത്രമേ അത് തകർക്കാൻ പറ്റൂ. പക്ഷെ അവിടെയും ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒബ്ലിറേറ്റഡ്, അതായത് നശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീടുള്ള സൈനികമായിട്ടുള്ള ഓഫീസേഴ്സ് വന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടുത്തെ ഡാമേജ് അസസ്മെന്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എത്രമാത്രം ഡാമേജ് നടന്നു അല്ലെങ്കിൽ എത്രമാത്രം ഡീഗ്രഡേഷൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് അത്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ ഡാമേജസ് ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതാക്കിയോ അല്ലെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാദം, അവരുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ് ഇറാനിന് ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ഇല്ലാതാക്കണമെങ്കിൽ അത് എത്രമാത്രം ലെവൽ വരെ പോയാൽ മാത്രമേ അവർ വിചാരിക്കുന്നിടത്തുള്ള ഒരു ഇല്ലാതാക്കൽ ആവൂ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഫസ്റ്റ് ചോദ്യത്തിന് ഈ സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. യെസ്, ഇതോടൊപ്പം തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിലെ താവളം ആക്രമിച്ചു, അതായത് അമേരിക്കയുടെ എന്ന മട്ടിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് ആ മാധ്യമങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊന്നും അത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നില്ല. അത് ആക്ച്വലി അൺകൺഫേംഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് കൺഫേം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക എനിക്ക് തോന്നുന്നു ശരിയായിരിക്കത്തില്ല. കാരണം ധാരാളം ന്യൂസുകൾ അവിടുന്ന് ഇറാന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് ഭാഗത്തുനിന്നും പല പല ന്യൂസുകൾ അതിനെ ഒന്ന് കുറച്ചുകൂടെ എന്താ പറയുക വെരിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇപ്പം സിറിയ പോലുള്ള ഒരു കൺട്രിയിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അതിന് എന്ത് ബെനിഫിറ്റ് ആണെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. അതേസമയം ഈ ഹോർമൂസ് സ്ട്രേറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നും നമ്മൾ അറിഞ്ഞു. പക്ഷെ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ഒരു സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഒരു പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതിനകത്ത് സിറിയയുടെ എന്താണ് അതിന്റെ ഒരു ആംഗിൾ എന്ന് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ അനാലിസിസിന്റെ ആവശ്യമുണ്ട്. യെസ്, ഒപ്പം ഇത്തരത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഏറ്റവും ഒടുവിൽ റഷ്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല, അവിടുത്തെ ജനതയെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയൊന്നും ഇറാന് ലഭിക്കുന്നില്ല. ഏതാണ്ട് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുമ്പോഴും ഇറാൻ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ആക്രമിച്ചുകൊള്ളു, പക്ഷേ അതിൽ അവസാനം ഫലം നിർണ്ണയിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഖമേനി നൽകുന്നത്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങളൊന്നും കാര്യമായി ഇറാനെ ദുർബലപ്പെടുത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
പക്ഷെ അഭിലാഷത്തിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ കണ്ടു. ഇറാനിയൻ പോപ്പുലേഷൻ അവിടെ കുറച്ച് പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് യുഎസിന്റെ ഈ സ്ട്രൈക്കിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇറാനിയൻ പെർഷ്യൻ കൾച്ചർ ഉള്ള ഒരു ജനതയാണ്. അവർക്ക് അവരുടെ വലിയ ഐഡന്റിറ്റിയെ വളരെ അഭിമാനത്തോടെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു രാജ്യം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരും. അപ്പം ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകൂടത്തിന് ഈ ഒരു പബ്ലിക് ഔട്ട്ക്രൈ എന്ന് അല്ലെങ്കിൽ പബ്ലിക് ഫീലിംഗിനെ ഏത് രീതിയിലാണ് അവർ അതിനെ മാനേജ് ചെയ്യുന്നത്? കാരണം അത് മാനേജ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്നത് പ്രശ്നമാവും. അപ്പം തീർച്ചയായിട്ടും ഇറാന്റെ ഇപ്പോഴത്തെ റെജീമിന് എന്തെങ്കിലും ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ, അത് സിംബോളിക് ആയിട്ടുള്ള കാര്യമാവാം, അത് ചെയ്തേ തീരൂ. അവിടാണ് 2020 ഖാസിം സുലൈമാനിയെ ഇതേ ഡൊണാൾഡ് ട്രംപിന്റെ ഇൻസ്ട്രക്ഷൻസിൽ US വധിച്ചപ്പം ഇറാൻ അന്ന് ഇറാഖിലെ ചില എയർഫോഴ്സ് ബേസിസ്, അതായത് US-ന്റെ എയർഫോഴ്സ് ബേസിസിൽ സ്ട്രൈക്ക് ചെയ്തത്. പക്ഷെ ആ സ്ട്രൈക്ക് ചെയ്തതിന് മുമ്പ് ഇറാൻ ഇറാഖിന്റെ അടുത്തും US-ന്റെ അടുത്തും പറഞ്ഞിരുന്നു ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നെന്ന്. അതുകൊണ്ട് US-ന്റെ അവിടുത്തെ ട്രൂപ്സിനെയും അവിടുത്തെ അസറ്റ്സിനെയും ഒക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ കാഷ്വാലിറ്റി US-ന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പക്ഷെ ഇറാൻ അവരുടെ ജനതയ്ക്ക് മുന്നിൽ അവർ പറഞ്ഞു, നോക്കൂ ഞങ്ങൾ US-ന്റെ ബേസിനെ സ്ട്രൈക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് US ഫർദർ സാങ്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് ആക്കി. അങ്ങനെ ആ ക്രൈസിസ് അങ്ങ് ഇല്ലാതായി. അപ്പൊ എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ എന്തെങ്കിലും ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു പ്രോക്സീനെ ഉപയോഗിച്ച് ഏതെങ്കിലും അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ബേസിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാനുള്ള കാപ്പബിലിറ്റി ഇന്നത്തെ ഇറാനില്ല. യെസ്, വേണുഗോപാൽ സാർ, ഇവിടെ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഇറാൻ ഒരു പക്ഷേ അമേരിക്കയെ കബളിപ്പിച്ചോ എന്നുള്ളതാണ്. കബളിപ്പിച്ചോ എന്ന് സാങ്കേതികമായി നമ്മൾ പറയേണ്ടതില്ല. ഡിന്നി സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആക്രമണ സാധ്യത മുന്നിൽ കാണുന്ന ഏതൊരു രാജ്യവും ചെയ്യാവുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ അങ്ങനെ ആണവ വികിരണങ്ങളൊന്നും പുറത്തേക്ക് പോകുന്ന സാഹചര്യമോ അങ്ങനെ ഒരു അപകട ഭീതിയോ ഒന്നും ഇല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ചില വിവരങ്ങളും ഡേറ്റകളും ഒക്കെ പുറത്തു വരുന്നതനുസരിച്ച് അവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പൂർണ്ണമായ തോതിൽ അല്ല എങ്കിൽ പോലും അപകടകരമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ നിലയിൽ നമുക്കത് എത്രത്തോളം വിശ്വസിക്കേണ്ടതുണ്ട്? ലോകത്ത് ഒരു ആണവ കേന്ദ്രം തകർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് B2 ബോംബുകൾ. അത് വെച്ചിട്ട് 24 മണിക്കൂർ മുമ്പ് 3 ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് US പറഞ്ഞത്. ആ മിഡ് നൈറ്റ് ഹാമർ ഒരു പക്ഷേ അത് ഇറാൻ്റെ ആണവ നിലയത്തിൻ്റെ തലയിലാണോ നടുവിലാണോ വാലിലാണോ പതിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ സംശയമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നടന്ന ഇസ്രയേലിൻ്റെ ഫൊർദോയിലെ ആക്രമണം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും അത് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തി അതിനെ തകർത്തേ മതിയാവൂ. അത് ഞങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിൽ ഇസ്രായേൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വാർ അനലിസ്റ്റുകളുടെ ഞാൻ 2-3 പേരുടെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേറൊരു വലിയ സംശയവും കൂടെ നിലനിൽക്കുന്നു. അതായത് ഇപ്പോൾ 11 ദിവസമായി വാർ നടക്കുന്നു. ഇനി 19 ദിവസവും കൂടെ ഈ വാർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ 30 ദിവസമാവും. 30 ദിവസത്തിനകം ആണവ ബോംബ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി ഇറാന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സംവിധാനം മറ്റൊന്ന് വേറെ എവിടെയെങ്കിലും അവിടെ ഉണ്ടോ? അത് പൂർണ്ണമായും പിടികിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ഒരു ഊഹം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭയം മാത്രമായിരിക്കാം. പക്ഷേ ഈ ഒരു ഭയം കൂടിയാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടി തകർക്കാൻ, അതായത് ഒരു ബോംബ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് വിക്ഷേപിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നത് ഇസ്രയേലിൻ്റെ ഒരു അത്യാവശ്യമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് 6 വിമാനത്താവളങ്ങൾ, അവിടുത്തെ ഫൈറ്ററുകൾ, ഹെലികോപ്റ്ററുകൾ ഒക്കെ ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇതിനുപരിയായിട്ട് മറ്റൊരു കാര്യവും ഇസ്രയേൽ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ അവരുടെ 7 ലെയറായിട്ട് കമാൻഡർമാരുടെ സീനിയോറിറ്റി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾ തട്ടിപ്പോയാൽ അടുത്ത ആൾ അങ്ങനെ വരാനായിട്ട് അത് പൂർണ്ണമായിരിക്കുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനല്ല, അല്ലെങ്കിൽ
ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പോലെ ടോപ്പ് ലെയറിൽ ആരെങ്കിലും തട്ടി കൊണ്ടുപോയത് കൊണ്ട് അവരുടെ വാർക്ക് കേപ്പബിലിറ്റിയിൽ കുറവ് വരുത്താൻ കഴിയില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക, ടെക്നിക്കൽ ബേസുകൾ തകർക്കുക, ഇൻഫർമേഷൻ സിസ്റ്റം തകർക്കുക, വാർ റൂമുകൾ തകർക്കുക, അതുപോലെ തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉള്ള ഫെസിലിറ്റികൾ മുഴുവൻ തകർക്കുക. അങ്ങനെ കമാൻഡർമാർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതായത് കമാൻഡർമാർ ബേസിലുള്ള സോൾജേഴ്സുമായിട്ടും അല്ലെങ്കിൽ അമ്യുനേഷൻസ് അയക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടവരുമായിട്ടും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിയത് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയോ ചെയ്യുക എന്നതും ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമായും പറയപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പില്ല. നമുക്കെന്ന് മാത്രമല്ല, ലോകത്ത് ആർക്കും തന്നെ ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നതൊക്കെ പലതും ഊഹാഭോഹങ്ങൾ തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഊഹാഭോഹങ്ങൾ പലതും റിയാലിറ്റി ആയിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് അപകടമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വളരെ കെയർഫുള്ളായിട്ട് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അമേരിക്കയെ കൊണ്ട് പാകിസ്ഥാനെ ഇത്തരത്തിലൊരു നയതന്ത്രത്തിൽ എത്തിച്ച് ഒരു ഡിഫ്യൂസ് ചെയ്തത് പോലും പറയുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാൻ കരമാർഗം ഒരു ആണവായുധം ഇസ്രായേലിൻ്റെ ബേസിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംശയം പോലും വന്ന് തങ്ങൾക്കെതിരെ ഒരു അറ്റാക്ക് വരരുത് എന്നുദ്ദേശിച്ചാണ്. കാരണം ഇറാൻ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഞങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന്. അപ്പോൾ പാകിസ്ഥാൻ പ്രയോഗിച്ചില്ലെങ്കിലും അവിടുന്നത് ഇവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ കിട്ടുമോ എന്നുള്ള ഒരു സംശയം കൂടെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസീം മുനീറിനെ വിളിച്ച് ഒരു സന്ധ്യ ഉണ്ടാക്കി അത്തരത്തിലൊരു കാര്യവും നീങ്ങിയിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇറാനിലെ ഖമേനി ആവട്ടെ, പ്രസിഡൻ്റ് ആവട്ടെ, പ്രധാനപ്പെട്ട നേതൃത്വം എല്ലാം അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പല കമ്മ്യൂണിക്കേഷനുകളും കറക്റ്റായി അവരുടെ സാറ്റലൈറ്റ് മൊബൈലുകൾ പോലും പ്രവർത്തിപ്പിക്കുന്നില്ല. അവർക്കും സംശയമുണ്ട് മൊസാദ് എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ അവരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്ന്. അതിനാൽ സംശയമുള്ള മുഴുവൻ ആൾക്കാരെ ഇപ്പോൾ തൂക്കിക്കൊലയ്ക്ക് വിധേയമാക്കുന്നു എന്നാണ് പറയുന്നത്. ആരെ സംശയമുണ്ടോ അവരെ അപ്പോൾ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. അങ്ങനെയും മൊസാദിൻ്റെ ചില ഇൻഫർമേഷൻ സെൻറ്ററുകളെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പല വിധത്തിൽ ഇസ്രായേലിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സമായും നിൽക്കുന്നു. ഇതിനിടെ US-ൻ്റെ ആക്രമണം അവിടുത്തെ ജനതയെ ഒന്നിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ടെഹ്റാനിൽ നടന്ന പ്രൊട്ടസ്റ്റ് ഇതെല്ലാം കാണിക്കുന്നത് എങ്ങനെയൊക്കെ ഒരു ജനത ഒരു യുദ്ധത്തെ നേരിടാമോ ആ രീതിയിൽ ഒരു ദേശസ്നേഹത്തോടു കൂടി അവിടുത്തെ ജനതയും മുന്നോട്ട് വരുന്നതായും കാണുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ വാറിൻ്റെ ഗതി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നോ എന്ന് ഇസ്രായേലിന് സംശയമുണ്ട്. അതുകൊണ്ട് ഇനിയും കനത്ത പ്രഹരം കൊടുക്കണം, എങ്കിൽ മാത്രമേ അവിടുത്തെ ആർമിയുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ മാത്രമേ തങ്ങൾക്കുണ്ടാകുന്ന അറ്റാക്കുകൾ കുറയൂ എന്നുള്ളതാണ്. ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നതിനുള്ള ലോഞ്ച് പാഡുകൾ ഏതാണ്ട് 200 എണ്ണം വരെ തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും ലോഞ്ച് പാഡുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ബങ്കറുകൾ ഉള്ളതുകൊണ്ടാണ് ജീവഹാനി കൂടുതൽ സംഭവിക്കാത്തത്. അതേസമയം ടെഹ്റാനിലാവട്ടെ അല്ലെങ്കിൽ ഇറാനിലാവട്ടെ ഉദ്ദേശിച്ചതിനാൽ കൂടുതൽ ആളപായം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 900ഓളം ആൾക്കാർ, പറയുന്നത് 500-600 എന്നൊക്കെ ആണെങ്കിലും 1000-അടുപ്പിച്ച് ആൾക്കാർക്ക് ജീവാപായം സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ബങ്കർ ഫെസിലിറ്റികൾ ഇസ്രായേലിലുള്ളതുപോലെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ഈ വാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകത്തിന് തന്നെ പ്രതിസന്ധിയാകും. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള അടയ്ക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണ് അമേരിക്ക ചൈനയോട് പറഞ്ഞിരിക്കുന്നു. കാരണം ചൈനയുടെ എണ്ണ ലഭ്യതയുടെ 75% ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. ഇന്ത്യയുടേതാണെങ്കിൽ 45% ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ചൈനയായിരിക്കും. അപ്പോൾ ചൈനയെ ആ കാര്യം പറഞ്ഞ് ഒരായുധമായി ഉപയോഗിച്ച് ഇറാനെ നിയന്ത്രിച്ച് നിർത്തുകയും ഹോർമൂസ് കടലിടുക്ക്
ക്ലോസ് ചെയ്യാനുള്ള തീർച്ചയായും ഞാൻ ഇല്ലാതാക്കുകയും അതിന്റെ ചെയ്യുക വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് ഡിന്നിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പൂർണ്ണമായും തുടരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കാനില്ല, ഈ ഇറാനിയൻ ജനതയെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുകൂടിയാണ് ഡിന്നി പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ സഹായിക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകാം? കാരണം പ്രത്യേകിച്ച് അമേരിക്ക സൈനികമായി ഇടപെട്ടാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും, അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യ. എന്താണ് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചേരിതിരിഞ്ഞ് ഒരു രീതിയിലേക്ക് ഈ ആക്രമണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? അതിനപ്പുറത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട പരിഹാര ശ്രമങ്ങൾക്കുള്ള ഒരു പിന്തുണയായിരിക്കുമോ റഷ്യയിൽ നിന്നുണ്ടാവുക? നോക്കൂ, റഷ്യ തന്നെ ഇപ്പം ഏത് അവസ്ഥയിലാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കും ധാരാളം തിരിച്ചടിയെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പം ആ യുക്രൈനായിട്ടൊരു യുദ്ധം നടന്നിട്ട് റഷ്യക്ക് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ റഷ്യ എങ്ങനെയാണ് ഇറാനെയോ എന്തെങ്കിലും വേറെ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുക? അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല റഷ്യ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ മനസ്സിലാക്കിയത് റഷ്യ ഇസ്രായേലിന്റെ അടുത്തും സംസാരിച്ചു, ഇറാന്റെ അടുത്തും സംസാരിച്ചു. ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ ഇതിനൊരു സീസ് ഫയറിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് റഷ്യയുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഇറാനിലേക്ക്, പ്രത്യേകിച്ച് ഏതെങ്കിലും എക്യുപ്മെന്റ് ഒക്കെ വലിയ രീതിയിലേക്കുള്ള എക്യുപ്മെന്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല റഷ്യ. ചെറിയ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇറാൻ റഷ്യയെ യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോൺസ് ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലുമായിട്ട് റഷ്യക്ക് നല്ല ബന്ധമുണ്ട്. ഇന്നലെ മെനിഞ്ഞാന്ന് വ്ളാഡിമിർ പുടിൻ പറയുന്നത് കേട്ടെ, ഞാൻ കേട്ടത് ശരിയാണ്, ഏകദേശം 2 മില്യണോളം റഷ്യൻസ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം റഷ്യയെ സംബന്ധിച്ചോളം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ്, ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യം ഒരു പക്ഷത്ത് മാത്രം ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു റഷ്യ, പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ, ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു സിറ്റുവേഷന് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്ഷിപ്പ് ഉള്ള രീതിയിൽ കാണിക്കുകയാണ്. ഏറ്റവും അതിശയമായിട്ടുള്ള കാര്യം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പം ഞാൻ വ്ളാഡിമിർ പുടിന്റെ യുദ്ധം നിർത്തും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പൊ വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധം നിർത്താൻ വേണ്ടി മുൻകൈ എടുക്കുന്നു. അതാണ് അതിന്റെ ആക്ച്വലി ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് അതിലപ്പുറം റഷ്യക്ക് വലിയൊരു റോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഇതാ സൂചിപ്പിക്കുന്ന പോലെ അമേരിക്ക തുടക്കത്തിൽ അവകാശപ്പെട്ടത് ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ നിലയങ്ങളും ഞങ്ങൾ തകർത്തു എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്ന് പെന്റഗൺ അടക്കം പിന്നോട്ട് പോരുന്നു എന്നത് നമുക്ക് മനസ്സിലായതാണ്. പ്രത്യേകിച്ച് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതേ ആണവ കേന്ദ്രങ്ങളെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് എങ്കിൽ അമേരിക്കയുടെ വാദങ്ങൾ ഒരു പരിധിവരെ പൊള്ളയാണ് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം തകർക്കപ്പെട്ട ഒരു ആണവ നിലയത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തേണ്ടതില്ലല്ലോ. അവരുടെ സൈനിക സാമഗ്രികൾ ആ നിലയിൽ നശിപ്പിച്ച് സ്വയം നശിപ്പിക്കേണ്ടതില്ലല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇന്നും ആക്രമണം നടത്തിയെങ്കിൽ അതെന്തുകൊണ്ടാകാം? മറ്റൊരു സംശയം ശേഷിക്കുന്നത്, ഈ ആക്രമണം എത്ര ശക്തമായിരുന്നുവെങ്കിലും, അതായത് അമേരിക്ക നടത്തിയ ആക്രമണം എത്ര ശക്തമായിരുന്നുവെങ്കിലും ഈ ഇറാൻ സൂചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകൾ പോലെ അവിടെ നിന്ന് യുറേനിയം അടക്കം നീക്കം ചെയ്തിട്ടുണ്ടാകുവാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കൽപ്പിക്കുന്നുണ്ട്? നോക്കൂ അഭിലാഷ്, ഇതിന്റെ ഒരു ഡാമേജ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു US അറ്റാക്ക് ചെയ്തു, ഇസ്രായേൽ വീണ്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അതേ സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു കൃത്യമായ ഒരു മിലിറ്ററി അനലിസ്റ്റ് തന്നെ അതിനെ ഒരു പക്ഷേ വിലയിരുത്തി പറയേണ്ടി വരും. കാരണം US ക്ലെയിം ചെയ്താണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു എന്ന്. അപ്പൊ ഇസ്രായേൽ വീണ്ടും അതേ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സംശയം തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു കൂടുതൽ ഒരു ഡെപ്തിലുള്ള ഒരു US-ന്റെ ഈ ഒരു വിഷയത്തിലെ യഥാർത്ഥ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ചുകൂടെ പിറകിലേക്ക് പോകേണ്ടി വരും. അപ്പൊ US അത്ര നിഷ്കളങ്കമായ ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് എന്താ പറയുക, ഇറാന്റെ ഈ ആണവ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് അത് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഒരു നിലകൊള്ളുന്ന രാജ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലായിരുന്നെങ്കിൽ 2018 JCPOA, അതായത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലായിരുന്നു.
അന്ന് ചില സൺസെറ്റ് ക്ലോസസ് ഒക്കെ ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ക്ലോസസിനൊക്കെ വാലിഡിറ്റി തീരും, പിന്നെ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇറാൻ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്ക അന്ന് പിന്മാറിയത്. അതിൽ എന്താ പറയുക, റീനെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രപ്പോസലുമായി മുന്നോട്ട് വരാനോ അമേരിക്ക അന്ന് നോക്കിയിട്ടില്ല. കാരണം അന്ന് അമേരിക്ക ഭയന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇറാന്റെ മേൽ നിന്ന് സാങ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇറാൻ മിഡിൽ ഈസ്റ്റ് ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അമേരിക്കയ്ക്ക് ഒരു ഭാഗത്ത് പേടിയായിരുന്നു. അതായത് അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ JCPOയിൽ സൈൻ ചെയ്ത രാജ്യങ്ങൾ ചൈന, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ അതിൽ സിഗ്നറ്ററീസ് ആണ്. അവരൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയത്. അപ്പം അമേരിക്കയുടെ ലക്ഷ്യം എന്താന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറുന്നതാണ് അമേരിക്കയുടെ ഇഷ്യൂ എങ്കിൽ അമേരിക്ക 2018 JCPOയിൽ നിന്ന് പിന്മാറില്ല. അപ്പം ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തിട്ട് എന്തായാലും ഇതൊക്കെ എന്താ പറയുക, ഈ ഡീലൊക്കെ ഇപ്പം ഇല്ലാതായി, ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ലാതായി, അപ്പൊ നമുക്ക് ന്യൂക്ലിയർ പരിപാടിയെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇറാൻ പോവുകയും ചെയ്തു. ഇപ്പൊ അവർ ഈ പറഞ്ഞ ബ്രേക്ക് ഓഫ് കേപ്പബിലിറ്റി ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നു. അപ്പം ഇസ്രായേലിന് അതൊരു ഭീഷണിയായി മാറുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ അമേരിക്ക അന്ന് ആഗ്രഹിച്ചെന്താ വെച്ചാൽ, ഇറാന്റെ മേൽ ഈ സാങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറാന്റെ ഓയിൽ എക്സ്പോർട്സ് ഷാർപ്പായിട്ട് അമേരിക്കയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റും. അത് അമേരിക്കയുടെ ഷെയിൽ കമ്പനീസിനെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. മാത്രമല്ല ഈ ഇറാനെ ഭയക്കുന്ന കുറച്ച് ഗൾഫ് രാജ്യങ്ങളുണ്ട്, അവരുമായിട്ടുള്ള വെപ്പൺ ഡീൽ അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയി നടത്താൻ പറ്റും. ഈ പറഞ്ഞ പോലെ ജോയിന്റ് ഡിഫൻസ് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പൊസിഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക എപ്പോഴും ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇഷ്യൂസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. US-ന്റെ ആക്ച്വലി ഡിഫൻസ് ബജറ്റ് പോലും കൂട്ടാൻ പറ്റും അവർക്ക്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു പക്ഷെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ എന്ന് പറയുന്നത്, അത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ എന്താ പറയുക, ഈ ഒരു പ്രോക്സി വാർ ആണ് എല്ലാ കാലത്തും ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഈ 79-ലെ ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം ഒരു ഷാഡോ വാർ ആണ് അവിടെ ഇസ്രായേലായിട്ട് ഇറാൻ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ സൈബർ അറ്റാക്സ് ഉണ്ട്, ഇസ്രായേൽ ചില ടാർഗറ്റഡ് അറ്റാക്സ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ മൊഹസൈൻ ഫഹരിസാദെ എന്നൊക്കെ പറയുന്ന ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനൊക്കെ കൊലപ്പെടുത്തുക, പിന്നെ ചില സിറിയയിലെ ഷിപ്മെന്റ് ഒക്കെ തകർക്കുക, അങ്ങനെ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2024 ഏപ്രിലാണ് ഈ സിറ്റുവേഷൻ ഒന്ന് എസ്കലേറ്റ് ആയത്. കാരണം ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെടുന്നു, അതിൽ IRGCയുടെ കുറച്ച് ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോഴാണ് സത്യത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫേസ് ടു ഫേസ് വാറിലേക്ക് അവരെത്തുന്നത്. അപ്പൊ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഒക്കെ തന്നെ പാലിക്കുന്ന ഒരു നിയമമുണ്ട് ബേസിക്കലി, അതായത് ഒരു അലിഖിത നിയമമാണ് ഈ ക്യാപിറ്റൽ സിറ്റീസ് ആക്രമിക്കില്ല എന്നുള്ളത്. പക്ഷെ ഇറാൻ അത് ബ്രീച്ച് ചെയ്തു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഈ മിലിറ്ററി ബേസസ് നശിപ്പിക്കാൻ തുടങ്ങിയത് ഇസ്രായേൽ. പല സ്ഥലങ്ങളിലേക്കും അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഇതിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യഥാർത്ഥ പ്രശ്നം, ഇതിന്റെ ഒരു റൂട്ട് കോസ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഈ ഇറാന്റെ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇതിൽ നമ്മൾ നോക്കണം, അമേരിക്ക ഒരു ഭാഗത്ത് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇറാന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇറാനിലെ എക്സ്ട്രീം ഇസ്ലാമിക് ഐഡിയോളജിയാണ്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തുർക്കിക്ക് ശേഷം ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മുസ്ലിം മെജോറിറ്റി രാജ്യം ആയിരുന്നു പണ്ട്, അതായത് ഷാ ഭരിക്കുന്ന കാലത്ത്. ഈ രണ്ട് രാജ്യങ്ങളുടെ അംബാസഡേഴ്സ് തമ്മിൽ അംബാസഡർ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവർക്ക്. മാത്രമല്ല ഇസ്രായേലിലേക്കുള്ള എണ്ണയുടെ ഒരു നല്ല ഷെയർ ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇറാനിലാണെങ്കിൽ ഇസ്രായേൽ ഈ പറഞ്ഞ പോലെ ടെലികോം നെറ്റ്വർക്ക്, അവർക്ക് റോഡ്, ഫാക്ടറി ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള സഹായം ഇസ്രായേൽ കൊടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവര് ഈ ചില ഡിഫൻസ് പ്രോജക്ട്സ്, അതിൽ ഈ പ്രോജക്ട് ഫ്ലവർ എന്നൊക്കെ പറയുന്ന ചില ഡിഫൻസ് പ്രോജക്ട്സ് ഒക്കെ ഒന്നിച്ച് നടത്തിയ രാജ്യങ്ങളാണ്. അപ്പം 79-ന് ശേഷം ഇവിടെ ഒരു വലിയ യൂട്ടേൺ ഉണ്ടാവുകയും ഒരു ഐഡിയോളജിക്കൽ ഓപ്പോസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇസ്രായേൽ ഒരു ഇല്ലെജിറ്റിമേറ്റ് എന്താ പറയുക സയോണിസ്റ്റ് ഭരണകൂടമാണെന്ന് ഇറാൻ വരുത്തി തീർക്കാൻ നോക്കുകയും അതിലൂടെയുള്ള വാർഫെയർ ആണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് മൊത്തം തന്നെ. അതിലും ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ തോറ്റുപോകുന്ന മനസ്സിലാക്കിയ ഇറാൻ ചെയ്തൊരു കാര്യം ഈ ഹിസ്ബുള്ള, ഹമാസ് അല്ലെങ്കിൽ ഇറാഖിലെ മിലിറ്റന്റ് ഗ്രൂപ്പിനെ പോലുള്ള ഈ ഗ്രൂപ്പുകളെ സെറ്റപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. പിന്നെ അതൊരു ടിക് ഫോർ ടാറ്റ് മോഡിലേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിൽ മാറിക്കഴിഞ്ഞു. അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. കാരണം ഇസ്രായേൽ ഓൾറെഡി ശത്രു രാജ്യങ്ങളാൽ എന്താ പറയുക കവർ ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പൊ അവർക്ക് ഇറാനെ പോലൊരു ശക്തിയും കൂടെ അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ ഇസ്രായേൽ ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അൺബീറ്റബിൾ ആണ്. ഇസ്രായേലിനോട് ആര് കളിക്കുന്നോ അവർക്ക് എതിരെ താങ്കൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ഈ പുതിയ വാർത്തയായി ചേർത്ത് വെക്കാൻ പറ്റുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഹിസ്ബുള്ളി ആകട്ടെ, ഹമാസ് ആകട്ടെ, ഹൂതികൾ ആകട്ടെ, അവരെയൊക്കെ ഏതാണ്ട് ഉന്മൂലനം ചെയ്തതിന് ശേഷമാണ് വളരെ കൃത്യമായി അടുത്ത പ്ലാൻ തയ്യാറാക്കുന്നത്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എവിയൻ ജയിലിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അത് 1972 സ്ഥാപിക്കപ്പെട്ട ജയിലാണ്. മനുഷ്യ
അവകാശ ലംഘനങ്ങളാൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ജയിലാണ്. ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നൊക്കെ ആരോപിക്കപ്പെടുന്നവർ അവിടെ പാർപ്പിക്കപ്പെട്ടവർ ആണ്. അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇൻ്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ അതായത് ഈ നയതന്ത്ര തലത്തിൻ്റെ ഭാഗമായി ബന്ദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അത്തരം ചില സാധ്യതകൾ പോലും ഇല്ലാതാക്കുക, ആ ലക്ഷ്യത്തോടെയാണ് ഈ ജയിൽ ആക്രമിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. അതെ അതെ. സോ ഇറാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എന്താ പറയുക ഇറാന്റെ കീറ്റ് ലൊക്കേഷൻസ് ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇറാനെ നമുക്ക് ഈ എന്താ പറയാ പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ഇസ്രായേലിന് തീർത്ത് കളയാൻ പറ്റുന്ന രാജ്യമല്ല. കാരണം അതിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇസ്രായേലിനെക്കാളും 17 മടങ്ങ് വലിയ രാജ്യമാണ് ഇറാൻ. അപ്പോ അവിടെ മാത്രമല്ല ഈ റഗഡ് ആയിട്ടുള്ള മൗണ്ടൻസ് ഉണ്ട്, പിന്നെ മരുഭൂമികളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ടണൽസ്, ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ള റോഡുകൾ, ഇതിലൂടെ ഒക്കെ കടന്നു ചെന്ന് വേണം ഇസ്രായേലിന് ഒരു പക്ഷേ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എന്താ പറയുക, എന്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല. മാത്രമല്ല ഇത്രയും ദൂരം ഫുഡ്, ആമിനേഷൻ സപ്ലൈ, എന്താ പറയുക, ഇതെല്ലാം തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അവിടെ അമേരിക്കന്റെ സപ്പോർട്ട് ഒരു പക്ഷെ വീണ്ടും ആവശ്യം വന്നേക്കാം. സോ ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഒരു പക്ഷേ അമേരിക്ക ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ചുകൊണ്ട് അമേരിക്ക ഒരു ഫുൾ ഫ്ലെഷ്ഡ് വാറിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ രണ്ട് കാര്യങ്ങൾ വേറെയുണ്ട്. കാരണം റഷ്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനുമായിട്ട് ഒരു 20 വർഷത്തെ സ്ട്രാറ്റജിക് കോപ്പറേഷൻ പാക്ട് സൈൻ ചെയ്ത രാജ്യമാണ്. അപ്പൊ അതിൽ ഡിഫൻസ്, എനർജി പ്രോജക്ട്സ്, ഫിനാൻസ്, ഇങ്ങനത്തെ മേഖലകളിൽ അവർക്ക് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ട്. അല്ല, ചൈനയുമായിട്ടും അവർക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പം ഇറാനുമായിട്ട് ഒരു ഫുൾ ഫ്ലെജ്ഡ് വാറിലേക്ക് US ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പൊസിഷൻ ക്ലിയർ ആക്കുകയാണ്. അതായത് ഞങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കണ്ട, ഞങ്ങളുമായിട്ടുള്ള ഈ പ്രോക്സി വാർ നിർത്തുക എന്നതാണ് ഒരു പക്ഷേ ഇസ്രായേൽ ഇറാന് കൊടുക്കാൻ നോക്കുന്ന ഒരു സന്ദേശം. ശരി, അവിടെ വേണുഗോപാൽ സാർ ഈ പറയുന്നത് പോലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണമാണല്ലോ വളരെ പ്രധാനമായും ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്, അത്തരം കേന്ദ്രങ്ങളാണ് തകർത്തത് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇതേ ഇടത്ത് തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ജയിൽ, എവിയൻ ജയിൽ വരെ ആക്രമിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണോ പ്രതിരോധം ഇറാൻ തീർക്കാൻ സാധ്യതയുള്ളത്, ആ വാതിലുകൾ എല്ലാം അടയ്ക്കുക, അതാണോ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്? ഇസ്രായേലിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്തരത്തിൽ പല വിധത്തിൽ ആ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവരെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജയിൽ മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫയർ എഞ്ചിനുകൾ സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടുണ്ട്, ആംബുലൻസ് സെൻറ്റേഴ്സിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നടന്ന ബോംബിങ്ങിലൊക്കെ അത്തരം കാര്യങ്ങളും കൂടെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു രാഷ്ട്രത്തിന് അത്യാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏതൊക്കെയാണോ അതിനെ തകർക്കുക. അപ്പോൾ സിവിലിയന് പലപ്പോഴും ആ രാഷ്ട്രത്തിൻ്റെ സേവനം ലഭിക്കാതെ വരുള്ളൂ. അപ്പോൾ അത് രാഷ്ട്രത്തിലെ ജനതയ്ക്ക് പ്രഷർ ഉണ്ടാക്കുകയും അവരുടെ ഒരു തിരിച്ചടിക്ക് കൂടി അത് പാത്രമാവുകയും ചെയ്താൽ കുറെ കൂടെ ഒരു റെജീം ചേഞ്ചിന് ശ്രമിക്കാനെങ്കിലുമുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ട് അതിലും താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇസ്രായേലിന് താല്പര്യം ഉണ്ട്. ഇസ്രായേൽ അത് പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്താ പറയുന്ന ഒരു ബോട്ട് പരേഡ് നടക്കാത്തിടത്തോളം കാലം അത്തരത്തിൽ ഒരു റെജീം ചേഞ്ചിനുള്ള ചാൻസ് കുറവാണ് എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം, ഇപ്പോൾ തകർത്ത കേന്ദ്രങ്ങളിലെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിയെ സമീപിച്ചപ്പോൾ അവരും പറയുന്നത്, അറ്റോമിക് എനർജി ഏജൻസിയെ സമീപിച്ചപ്പോൾ അവരും പറയുന്നത്, ഒരു വെടിനിർത്തൽ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ പോയി പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വെടിനിർത്തലാണ് പ്രധാനമായ ആവശ്യമായി വരുന്നത്. അതിന് പുടിനുമായിട്ടും US സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ അവരുടെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരഗച്ചിയുമായി ചർച്ച നടത്തുന്നു. അപ്പോൾ ഇറാനും പിന്നെ US-ഉം ഏതാണ്ട് റഷ്യയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ റഷ്യ വേറൊരു നിർദ്ദേശം കൂടെ വെച്ചതായിട്ടാണ് അറിയുന്നത്. ഈ നാറ്റോയുടെ
അതിക്രമങ്ങൾ കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന്, അത് റഷ്യയുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. പിന്നെ റഷ്യയ്ക്ക് ഇപ്പോൾ തകർന്ന സാമ്പത്തികാവസ്ഥ പരിഹരിക്കുന്നതിന് ഈ ഹോർമൂസ് കടലിടുക്ക് ഒന്ന് കുറച്ച് അടഞ്ഞു കിടന്നാൽ അവരുടെ എണ്ണ വിതരണം, അവരുടെ എണ്ണ വിൽപ്പന കുറെ കൂടെ ശക്തമായി നടക്കുമെന്നും അത് അവരുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അവരുടെ 45% ഇപ്പോൾ പിന്നെ ഗൾഫിനെ ആശ്രയിക്കുന്നത് റഷ്യയെ ആശ്രയിക്കുമെന്നും അത്രയും കൂടുതൽ പണം റഷ്യക്ക് ലഭിക്കുമെന്നും കൂടിയ വിലയ്ക്ക് തന്നെ അത് പിന്നെ വിൽക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള ചില തന്ത്രങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഇത് എല്ലാം അതുപോലെ തന്നെ ഇന്ത്യയെ സമീപിച്ചപ്പോഴും ഇതാണ് പ്രശ്നം. ഇന്ത്യക്കും പൂർണ്ണമായിട്ട് പിന്നെ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഇറാന് വേണ്ടി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതേ പ്രശ്നം തന്നെയാണ് റഷ്യക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു വാർ പെട്ടെന്ന് നിർത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. അതുപോലെ തന്നെ പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവരുടെ ചർച്ചയിലും ഒന്നും എത്തിത്തീരുന്നില്ല. സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുന്നതിന് കവിഞ്ഞ് മറ്റെന്തെങ്കിലും നൽകാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലും ഇറാന് US ആക്രമിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് പറയുന്നതല്ലാതെ തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാന കാരണം അയൽപക്കത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പിണക്കുന്നത് ഇറാന്റെ ഭാവിക്ക് നല്ലതല്ല എന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേറൊരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. US-ഉമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് അല്ലാതെ നോൺ കൺവെൻഷണൽ വാറിലേക്ക് പോകുമോ എന്നുള്ളതും, അതും US പിന്നെ ഈ യുദ്ധം നീണ്ടുപോയാൽ തങ്ങളുടെ ആൾക്കാരുടെ കൂടുതൽ ഡെഡ് ബോഡി US-ലേക്ക് വരുമോ എന്ന് ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ട്രംപിന് വലിയ ഭീഷണിയാണ്. അതായത് 50,000 അമേരിക്കൻ സൈനികരെ ശവപ്പെട്ടിയിലാക്കി അയക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ 50,000 പോയിട്ട് 5,000 വന്നാൽ മതി, അല്ലെങ്കിൽ 500 വന്നാൽ മതി. അത് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രകമ്പനം ട്രംപിന് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് വേറെ നിലപാടുകളിൽ വലിയ വിയോജിപ്പ് ആ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നു. അതിനിടെ തന്റെ പൗരന്മാർ ഇതുപോലെ പിന്നെ നമ്മളിത് കുറെ നാൾ കണ്ടതാണ്. അഫ്ഗാനിലൊക്കെ ഇതുപോലെ ഡെഡ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടതാണ്. അത് വീണ്ടും ഇപ്പോൾ ട്രംപ് വന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങിക്കാൻ പോകുന്ന ആള് വീണ്ടും നമ്മുടെ പൗരന്മാരുടെ ശവശരീരങ്ങൾ ഇങ്ങനെ പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന രംഗം ഉണ്ടായാൽ അത് US-ൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതും ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെ അവസാനിപ്പിക്കുമെന്നൊരു വലിയ ക്വസ്റ്റ്യൻ യൂറോപ്യൻ യൂണിയനിലുണ്ട്, റഷ്യക്കുണ്ട്, US-നുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ഇറാൻ ആകട്ടെ പിടികൊടുക്കാതെ തങ്ങൾ എന്ത് ചെയ്യുമെന്ന് അടുത്ത നീക്കമെന്തെന്ന് പറയാതെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, ഇപ്പോൾ പ്രൊഫസർ ജോസുകുട്ടി കൂടി ചേരുന്നുണ്ട്. സാർ, ഞങ്ങൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്നത് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്ക ബോംബിട്ട് തകർത്തു എന്ന് പറയുന്ന അതേ ആണവ നിലയങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്ക ഉന്നയിച്ച അവകാശവാദങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോന്നിരുന്നു. ഒരുപക്ഷെ ഇന്നും ആക്രമണം നടത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ആക്രമണം ആയിരുന്നില്ല അമേരിക്കയ്ക്ക് അവിടെ നടത്താൻ സാധിച്ചത് എന്ന സംശയമുണ്ടാകാം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയമൊക്കെ നീക്കം ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം മുന്നിൽ കണ്ട അമേരിക്ക. ഇങ്ങനെയുള്ള 2 റിപ്പോർട്ടുകളാണ് പ്രധാനപ്പെട്ടതായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ ജോസൂട്ടി, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞുകൊള്ളൂ. എന്റെ അഭിപ്രായത്തിൽ സർ കേൾക്കാം. ഇപ്പോൾ നടത്തുവാനുള്ള കാരണം പരമാവധി ഇറാനെ ദുർബലപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഇറാനെ ദുർബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു കാരണമായി നമുക്ക് കാണാം. കാരണം അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ലക്ഷ്യം ഇറാന്റെ സർവ്വശേഷി നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള ആക്രമണം കേവലം ആയുധ പുരകൾക്കെതിരെയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ സംഘങ്ങൾക്കുമേയോ മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാന്റെ ആശുപത്രികൾ, റിഫൈനറികൾ, അതിനോടൊപ്പമാണ് ന്യൂക്ലിയർ സംവിധാനങ്ങളും ആക്രമിച്ചത്. അപ്പം
ഇറാനെ എല്ലാ അർത്ഥത്തിലും ദുർബലമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരു വശത്ത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ സമ്മർദ്ദം നിലനിർത്തുന്നു? ഈ സമ്മർദ്ദം നിലനിർത്തി ഇറാനെ പരമാവധി ദുർബലമാക്കിയാൽ മാത്രമേ ഇറാനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള കരാർ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേവലം ന്യൂക്ലിയർ സ്റ്റേഷൻസിനേക്കാൾ ഉപരിയായി മറ്റടിസ്ഥാന സൗകര്യ മേഖലകളൊക്കെ ആക്രമിക്കുന്നത്. ഇന്ന് ജയിൽ ആക്രമിച്ചിട്ടുണ്ട്. ജയിൽ ആക്രമിക്കുന്നതിന് വേറൊരു പ്രത്യേക ലക്ഷ്യം കൂടി ഉണ്ട്. അതായത് അവിടെ ഇറാൻ ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകണം. ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ ഖൊമേനി ഭരണകൂടത്തിനെ എതിർക്കുന്ന, ഇസ്ലാമിക ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട്. അവരിലെ പ്രധാനികളെല്ലാം പല ജയിലുകളിൽ കഴിയുകയാണ്. അപ്പൊ ജയിലുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ പുറത്തു വരികയും അങ്ങനെ ആ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുവാൻ കഴിയുമോ എന്നുകൂടി പരിശോധിക്കുന്നതായിരിക്കാം ജയിലുകൾ ആക്രമിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം. ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ രഹസ്യ വിവരങ്ങൾ കൈമാറിയവരവിടെ ഉണ്ടാകാം, ഖൊമേനിക്കും മറ്റുമൊക്കെ എതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവരെ എല്ലാവരെയും സംഘടിപ്പിക്കണം. അപ്പം വിവിധ തലങ്ങളിലുള്ള ലക്ഷ്യമാണ്. കേവലം ന്യൂക്ലിയർ സ്റ്റേഷനിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഫലപ്രദമായിട്ടില്ല എന്നത് മാത്രമായിരിക്കില്ല ലക്ഷ്യം. ഇറാനെ സർവ്വവിധേനയും ദുർബലമാക്കി തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത്, അക്രമത്തിൽ എവിടെയെങ്കിലും അയവ് വന്നു കഴിഞ്ഞാൽ ഇറാന് അതൊരു ശ്വാസം വിടാനുള്ള ഒരു സമയമായി കിട്ടും. അങ്ങനെ ഒരു രീതിയിലും ഇറാനെ ശ്വാസം വിടാൻ അനുവദിക്കാതെ പരമാവധി സമ്മർദ്ദത്തിലാക്കി അവരുടെ ആയുധപുരകളും മിസൈൽ ശേഖരവും ഒക്കെ ഇല്ലാതാക്കി ദുർബലമാക്കി ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് വെറുതെ ഒപ്പിടിക്കാൻ തക്ക രീതിയിൽ ഇറാനെ ഒരു പരുവമാക്കുക എന്നുള്ളതായിരിക്കാം ഇസ്രായേലും അമേരിക്കയും കൂടെ സംഘമായി ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ലക്ഷ്യം ഇറാന് വലിയ കാര്യമായി ഇസ്രായേൽ ഈ കാര്യത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് മിസൈലുകളും മറ്റുമൊക്കെ കുറെ അയക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രതികാരം, അല്ലെങ്കിൽ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കേളികെട്ട രാജ്യത്തിന്റെ സൈനിക ശേഷിയെ ഇറാന് മുന്നിൽ അടിയറ വയ്ക്കുന്നതായി വരില്ലേ? അപ്പം അത്തരത്തിലുള്ള തന്ത്രപരവും അതുപോലെ തന്നെ ഇറാനെ ദുർബലമാക്കുവാനുള്ള ലക്ഷ്യങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് പറയട്ടെ. അമേരിക്കയുടെ എല്ലാ സമ്മതവും അറിവും ഇല്ലാതെ ഈ അക്രമം ഇസ്രായേലിൽ നടത്തുവാൻ സാധിക്കില്ല. ഒരു വശത്ത് അമേരിക്കയുടെ സമ്മതവും മറുവശത്ത് അമേരിക്കയുടെ ആയുധങ്ങളും, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ രാജ്യങ്ങളുടെ സമ്മതവും ഒക്കെ ഇതിനാവശ്യമാണ്. പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം തന്നെ അവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെങ്കിലും ഇറാനെ ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും അവർക്ക് മുകളിലുള്ള ഒരു രാജ്യമായി, അവരെക്കാൾ ശേഷിയുള്ള ഒരു സൈനിക രാഷ്ട്രമായി, ന്യൂക്ലിയർ ശേഷിയുള്ള ഒരു രാഷ്ട്രമായി, അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഉദാഹരണമായിട്ട് ഇറാൻ ആണവശേഷി കൈവരിച്ചാൽ സ്വാഭാവികമായും ഇറാൻ ആയിരിക്കും ഇസ്ലാമിക് വേൾഡിലെ, അറബ് വേൾഡിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാവായി മാറുക. അവർക്ക് ആ ഒരു ഭൗമരാഷ്ട്രീയ മേഖലയിൽ ഒരു മേധാവിത്വം വരികയും സൗദി അറേബ്യ, ടർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വലിയ ഇസ്ലാമിക താല്പര്യം സംരക്ഷിക്കുന്ന രാജ്യമായി ഇറാൻ മാറുന്നത് അയൽപക്ക രാജ്യങ്ങൾക്ക് ഒട്ടും സൂചിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവരൊക്കെ ഒരു ആലങ്കാരികമായ വിമർശനത്തിനപ്പുറത്ത് എല്ലാം പരിഹരിക്കണം, സമാധാനപരമായി പരിഹരിക്കണം, ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് കാര്യമായ എന്തെങ്കിലും സൈനിക സഹായമോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, മറ്റു വൻശക്തികളായിട്ടുള്ള റഷ്യയും ചൈനയും ഒക്കെ ഇറാനോട് താല്പര്യമുണ്ടെങ്കിലും അവരെന്ത് സൈനിക ഭൗതിക സൗകര്യമാണ് ആയുധങ്ങൾ കൊണ്ടോ അർത്ഥം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ ഇറാനി ചെയ്തത്? എന്റെ അഭിപ്രായത്തിൽ അവരാരും ഒന്നും തന്നെ ചെയ്യുവാൻ പോകും. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി. ഇറാന്റെ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. അതിൽ റഷ്യ പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ അതിൽ ഒന്ന്, ഈ ഇറാനെ ആക്രമിച്ച അമേരിക്കയുടെ നടപടി ശരിയായില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്ന പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കടത്തി പറയാൻ, നേരത്തെ നമുക്കറിയാമല്ലോ, ഈ ആക്രമണത്തിന് മുമ്പ്
അമേരിക്ക ആക്രമിക്കരുത്, ആക്രമിച്ചാൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന കടുത്ത ഭാഷയാർന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് മയപ്പെട്ടോ എന്നാണ് സംശയിക്കുന്നത്. തീർച്ചയായിട്ടും റഷ്യ വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. റഷ്യക്ക് സൈനിക ശേഷി ഇല്ല എന്നല്ല പറയുന്നത്, അവർക്ക് വലിയ ന്യൂക്ലിയർ സൈനിക ശേഷി ഉണ്ട്. പക്ഷെ അവരിപ്പോൾ ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ അവര് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വലിയൊരു തിരിച്ചടി അവരുടെ പല സൈനിക കേന്ദ്രങ്ങളിലും യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ അറ്റാക്കിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവർ. ആ ഒരു സാഹചര്യത്തിൽ എന്ത് സഹായമാണ് ഇറാന് കൊടുക്കാൻ അവർക്ക് കഴിയുക? ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇറാനിൽ നിന്നാണ് ഡ്രോണുകൾ മേടിച്ച് യുക്രൈനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം എങ്ങനെയാണ് ഇറാനെ സൈനികമായി സഹായിക്കാൻ കഴിയുക? അതിനൊരു സാധ്യതയുമില്ല. ഒരു പരിധിക്കപ്പുറത്ത് വിമർശിക്കുവാൻ പോലും റഷ്യ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അത് റഷ്യയുടെ ഒരു ദുർബലാവസ്ഥയാണ് കാണിക്കുന്നത്. മാത്രവുമല്ല, എങ്ങനെയാണ് സിറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത്? റഷ്യൻ പിന്തുണയിലായിരുന്നല്ലോ അവിടെ ബഷീർ ഭരണകൂടം നിലനിന്നിരുന്നത്. ആ ബഷീർ ഭരണകൂടത്തെ എടുത്തു കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ റഷ്യക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന്. റഷ്യ സിറിയയിൽ നിന്ന് അവരുടെ സൈന്യത്തെ പിൻവലിച്ചു, അവരുടെ അത്യാധുനിക വിമാനങ്ങളും സംവിധാനങ്ങളും അവിടുന്ന് പിൻവലിച്ചു. എന്ന് പറഞ്ഞാൽ റഷ്യക്ക് സിറിയയിലെ ഒരു ഭരണമാറ്റത്തെ പോലും തടയാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്ന സിറിയയിലെ ഭരണമാറ്റത്തെ തടയുവാൻ റഷ്യക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ സൈനിക സാന്നിധ്യം ഇല്ലാതിരുന്ന അവർ പിന്തുണയ്ക്കുന്നുണ്ട് ആശയപരമായും മറ്റുമൊക്കെ. എങ്ങനെ സഹായിക്കാൻ കഴിയും? അതിനുള്ള ഒരു രാഷ്ട്രീയ സൈനിക സാഹചര്യത്തിലല്ല റഷ്യ ഇന്ന്. അതുകൊണ്ടാണ് ഈ വിദേശകാര്യ മന്ത്രി, ഇറാന്റെ വിദേശകാര്യ മന്ത്രി നേരിട്ട് റഷ്യയിൽ ചെന്ന് ചർച്ച നടത്തിയിട്ടും പ്രത്യേകിച്ച് ഒരു പ്രസ്താവനയ്ക്കപ്പുറത്ത് ഒന്നും സംഭവിക്കാതിരുന്നത്. ഇനി പൊതുജനം അറിയാതെ, ലോകരാഷ്ട്രീയം അറിയാതെ മറ്റെന്തെങ്കിലും സഹായം ചെയ്യുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇറാന്റെ ജനതയോടൊപ്പം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന നാശനഷ്ടങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ചൈനയുടെ നിലപാട്. ചൈന ഇറാന്റെ വലിയൊരു പങ്കാളിയാണ്. ഈ അടുത്ത സമയത്താണ് ചൈന സൗദി അറേബ്യയും ഇറാനെയും കൂടെ ഒന്ന് യോജിപ്പിക്കുവാൻ ശ്രമിച്ചത്. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ റൈവൽറി, വൈര്യം എന്ന് പറയുന്നത് അറബ് വൈര്യം വേഴ്സസ് പേർഷ്യൻ വൈര്യമാണ്. അതായത് ഷിയ സുന്നി വൈര്യം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കാം. ഇതിന്റെ പേരിൽ അവർ പരസ്പരം കലഹിച്ചിരുന്നു. ഇതിന്റെ പേരിൽ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനും അല്ലെങ്കിൽ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും കൂട്ടായ ഒരു നടപടി ഇസ്രായേലിനെതിരെയോ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയോ എടുക്കുവാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ചൈന ഇടപെട്ട് ഇവരെ യോജിപ്പിച്ചപ്പോൾ, അങ്ങനെ അവർ യോജിച്ചാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അവിടെ ഒരു കാരണവശാലും സംരക്ഷിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ഈ അറ്റാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 1 മാസം മുമ്പ് നമ്മുടെ ട്രംപ് വന്നത് എവിടെയാണ്? സൗദി അറേബ്യ, UAE, സിറിയ, അതുപോലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണ് ഇവരെല്ലാം. സൈനികമായി 40,000 പട്ടാളക്കാരാണ് 19 കേന്ദ്രങ്ങളിലായി പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത്. ഈ സൈനിക കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ അക്രമ റേഞ്ചിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ധാരണ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇറാനെ ആക്രമിക്കുവാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുകൂടിയാണ് ഞാൻ പറയുന്നത്. അതിനെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇറാൻ ആണവശേഷി കൈവരിക്കുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നത് പോലെ പരോക്ഷമായി മറ്റ് അവരുടെ പരിസരത്തുള്ള അയൽവക്കക്കാരായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളും എതിർക്കുന്നു എന്നതാണ് വസ്തുത. അതിന്റെ എല്ലാം കൂടെ ഒരു ആകെത്തുകയാണ് ഒരു അക്രമമായി ഇവിടെ ഒരു ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ളത് കടന്നുകയറ്റമായും ആണവ നിലയങ്ങളിലുള്ള അക്രമമായും നിരന്തരമായിട്ടുള്ള ഇസ്രായേലിന്റെ അക്രമമായും ഒക്കെ പശ്ചിമേഷ്യയെ അളിക്കത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം. അങ്ങനെയെങ്കിൽ ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന, അതായത് ഈ പാനലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായത്തിൽ ഇതിലിപ്പോൾ ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്തി കീഴടക്കുക എന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് വരിക എന്നതിനപ്പുറത്തൊരു സൊല്യൂഷൻ ഇപ്പോഴും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ മറ്റൊന്നാണെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പാണ്. ഇറാനുള്ള ഒരു ക്ലിയർ മെസ്സേജ് ആണ്. അതായത് ഞങ്ങളുമായിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ പ്രോക്സി വാർഫെയർ നടത്തേണ്ട ആവശ്യമില്ല. ഈ പ്രോക്സികൾ ഉപയോഗിച്ചുകൊണ്ട് ഹൗത്തി, ഹമാസ് പോലുള്ള ഈ സംഘടനകൾക്കുള്ള ഈ സപ്ലൈസ് എത്തിക്കുന്ന പരിപാടി നിർത്തിക്കുക എന്നതുകൂടിയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇറാനെ പൂർണ്ണമായിട്ട് ടാർഗറ്റ് ചെയ്യുക, അവിടുത്തെ റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എയർ സ്ട്രൈക്സ് മാത്രം നടത്തിയാൽ അതൊരു ഫുൾ സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ അല്ല. അതിനെ അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ ഇറാഖിലോ ലിബിയയിലോ കാണുന്ന പോലത്തെ ഒരു യുദ്ധമല്ല ഇറാനിൽ നമ്മൾ കാണുന്നത്.
ഇപ്പൊ നടക്കുന്നത് എയർ അറ്റാക്സ് ആണ്. ഒരു എന്താ പറയാ, ഒരു എയർ സുപ്പീരിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൺട്രോൾ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇല്ല. അപ്പോൾ ഒരു രാജ്യത്തെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അവിടുത്തെ സിറ്റീസ് ആദ്യം കൺട്രോൾ എടുക്കണം. അവിടെ ഒരു ഫുൾ സ്കെയിൽ ഇൻവേഷൻ നടത്തണം. അതിന് ആർട്ടിലറി ഓപ്പറേഷൻസ് വേണം, ഇൻഫൻട്രി ഓപ്പറേഷൻസ് വേണം. അപ്പൊ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്രയും രാജ്യങ്ങൾ എന്താ പറയുക ഈ ഒരു യുദ്ധത്തെ എതിർക്കുന്ന സമയത്ത് US അല്ലെങ്കിൽ ഇസ്രായേലോ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ റെജീം ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് അവിടെ ഒരു എന്താ പറയാ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യമല്ലേ. അപ്പൊ പൂർണ്ണമായിട്ട് ഒരു ഗ്രൗണ്ട് കൺട്രോൾ ഇല്ലാതെ അവിടെ റെജീം ചേഞ്ച് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ എയർ സ്ട്രൈക്കിൽ ഇനിയിപ്പം അങ്ങനത്തെ ഒരു വലിയ നാശനഷ്ടം സംഭവിച്ച് അവിടുത്തെ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഇരുന്നാൽ പോലും അവിടെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ പോലെ റെവല്യൂഷണറി കൗൺസിലും IRGC ഒക്കെയാണ്. അപ്പൊ അവരാണ് ഇറാനിലെ ആക്ച്വൽ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പൊ ഇപ്പോഴത്തെ ഈ കമേനിക്ക് ശേഷം വരുന്നത് അതിനും വലിയൊരു എക്സ്ട്രീമിസ്റ്റ് എന്താ പറയുക നിലപാടെടുക്കുന്ന ആളായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് എന്താ പറയുക അവിടുത്തെ ഒരു റെജീം ചേഞ്ച് ആയിരിക്കില്ല അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഈ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് തടയുക എന്നൊരു കാര്യത്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഇറാന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു യുദ്ധം നമ്മൾ കണ്ടിട്ടുള്ളത് 1980-നും 88-നും ഇടയിലുള്ള ഇറാൻ യുദ്ധമാണ്. അന്ന് ഈ പറഞ്ഞ പോലെ ഇറാഖിന് ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം സപ്പോർട്ട് ഉണ്ടായിരുന്നു. സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ ഇവരൊക്കെ ഇറാനെ ശരിക്കും പേടിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഇറാഖിന് ഒരുപാട് ലോൺസ് കൊടുത്തിട്ടുണ്ട്. US ആ സമയത്ത് ഇന്റലിജൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പല ഓപ്പറേഷണൽ സപ്പോർട്ടും അവർ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ട് അന്ന് ഇറാഖിനായിരുന്നു. അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടാങ്ക്സ്, ആർട്ടിലറി ഇതൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് സപ്പോർട്ട്, UK, ജർമ്മനി ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ള സമയത്ത് ഇറാൻ ആ യുദ്ധം 8 വർഷത്തോളം പിടിച്ചു നിന്നു. അപ്പം ഒരു ഏരിയൽ അറ്റാക്കിലൂടെ അല്ലെങ്കിൽ വെറും ഒരു എന്താ പറയുക മിലിറ്ററി ആക്ഷനിലൂടെ തകർക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ലാന്ന് ഇറാൻ ഇതിനു മുമ്പ് എന്താ പറയുക തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇറാൻ ഈ സമയത്ത് ഈ യുദ്ധം നടക്കുന്നത് ഒരുപക്ഷെ ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ ഭീഷണി അതിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യുക, ഇറാനെ ഒന്ന് അവിടെ ഒതുക്കി നിർത്തുക എന്നാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരിക്കലും ഇറാനുമായൊരു എന്താ പറയാ പൂർണ്ണ യുദ്ധത്തിലേക്ക് അമേരിക്ക പോകണം അല്ലെങ്കിൽ ഇസ്രായേൽ പോകണം എന്ന് ആഗ്രഹിക്കില്ല. കാരണം ഇറാനുമായി നമുക്കും ടൈസ് ഉണ്ട്, നമുക്ക് എനർജി ടൈസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക ക്രൂഡ് ഓയിൽ സപ്ലൈ വരുന്നത് ഇറാൻ നിന്നാണ്, LPG സപ്ലൈ വരുന്നത് ഇറാൻ നിന്നാണ്. അപ്പൊ ഈ മാത്രമല്ല ഈ ചാബർ പോർട്ട് പ്രൊജക്ട് ഒക്കെ നമ്മുടെ അതായത് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് ലാൻഡ് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉള്ള റൂട്ടാണ് ചാബർ പോർട്ട്. അപ്പം ട്രേഡ്, കണക്ടിവിറ്റി, കൾച്ചറൽ ലിങ്കേജ് ഇതൊക്കെ ഉള്ള രാജ്യമാണ്. ഇസ്രായേലുമായി നമുക്ക് എത്ര ബന്ധമുണ്ടോ അത്ര തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഇറാനുമായിട്ടുള്ള ഒരു വാർ ഈ ഇറാന്റെ ചുറ്റുപറ്റത്ത് നിൽക്കുന്ന ഇറാനുമായി ബന്ധം വെക്കുന്ന രാജ്യങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കാത്തൊരു സാഹചര്യത്തിൽ ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്കൊന്നും പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം ആ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ഒന്ന് എന്താ പറയുക കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. മാത്രമല്ല ഇസ്രായേൽ ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അവരുമായിട്ട് ഇതുപോലുള്ള പ്രോക്സി വാർഫെയറിലേക്ക് ഇറാൻ പോകരുതെന്ന്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക വാറിനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. യെസ്, വേണുഗോപാൽ സാർ, ഇവിടെ ഇതാ ഈ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇസ്രായേൽ ഗാസ പോരാട്ടം നമുക്കറിയാം. അത് ഏതാണ്ട് ഗാസയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഗാസയുടെ അവസ്ഥ എന്ന്. പക്ഷേ അതിനു മുമ്പ് ആരംഭിച്ചതാണ് യുക്രൈനും റഷ്യയും തമ്മിൽ. അവിടെയും റഷ്യയുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു യുക്രൈൻ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ആ യുദ്ധം ഏതാണ്ട് തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പോലെ, അതായത് ഈ ദുർബലമാക്കുക ഇറാനെ എന്ന് ലക്ഷ്യമിടുമ്പോൾ പോലും അത് ഈ സൂചിപ്പിക്കുന്നത് പോലെ 1-2 മാസം കൊണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഒക്കെ പോയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ താരതമ്യം ചെയ്യുമ്പോൾ കരുത്തുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് അത് എത്രമേൽ സങ്കീർണമാണ്, എത്രത്തോളം തുടരേണ്ടി വരുന്ന ഒരു പ്രക്രിയ കൂടിയായിരിക്കും അത്. അതുകൊണ്ടാണ് ഈ സൈനിക ബേസുകളെയോ അല്ലെങ്കിൽ ആയുധപ്പുരകളെയോ ആക്രമിച്ച് ഇറാനെ കീഴടക്കുക അസാധ്യമാണെന്ന് ഇസ്രായേൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും അറിയാം. അപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് സിവിലിയന് കിട്ടുന്ന ഫെസിലിറ്റീസ് നൽകുന്ന സെൻറ്ററുകൾ, അത് ആശുപത്രി ആവട്ടെ, പോലീസ് സ്റ്റേഷൻ ആവട്ടെ, ഇങ്ങനെ ആംബുലൻസ് ആവട്ടെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ആവട്ടെ, ഇത്തരത്തിൽ എന്തൊക്കെ എസെൻഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ടോ അത് ആദ്യം തകർക്കുക. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ചോദ്യം വരണം ഇറാനിൽ നിന്ന് തന്നെ, നമുക്ക് ആണവോർജ്ജമാണോ അല്ലെങ്കിൽ ആണവായുധമാണോ പ്രധാനം അതോ രാഷ്ട്രമാണോ? അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഇറാൻ ഒപ്പുവെക്കാൻ, സമാധാന കരാറിന് ഒപ്പുവെക്കാൻ തയ്യാറാകും. ഞങ്ങൾക്കിപ്പോൾ ആണവായുധത്തിൻ്റെ നിർമ്മാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു കരാറിലേക്ക് വരാൻ ഇറാനെ പ്രേരിപ്പിക്കണമെങ്കിൽ അവരുടെ രാജ്യമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണം, സേവനം, ഇതൊക്കെ നൽകുന്ന ഒരു
അംബ്രല തകർക്കുക. ആ അംബ്രല തകർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവും, അവിടുത്തെ സിവിലിയൻ ഓഫീസേഴ്സ് ഡിസ്റ്റർബ്ഡ് ആവും, അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ആർമിയെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലൊരു അറ്റാക്ക് ആയിരിക്കും, ഒരു കരാറിൽ ഒപ്പുവെക്കാൻ എന്നുള്ളതാണ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനം അണുബോംബല്ല ഇപ്പോൾ ആവശ്യം, നമ്മുടെ ഇറാൻ എന്ന രാഷ്ട്രം നിലനിൽക്കലാണ്, അതിനെന്ത് വേണം, ഒപ്പിടലാണ്, എന്നാൽ ഇതാ ഒപ്പിടുന്നു, ബാക്കി പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് ഇറാൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുകൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കൻ ബുദ്ധിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഏറ്റവും ഒടുവിൽ, അതായത് ഇസ്രായേലിനെതിരെ മിസൈലുകൾ വിക്ഷേപിച്ച വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ കിഴക്കൻ മധ്യ ഇറാനിലെ 6 വ്യോമത്താവളങ്ങൾ വ്യോമാക്രമണത്തിന് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ അടക്കം തകർത്തിട്ടുണ്ട് എന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇതെങ്ങോട്ടേക്ക് എന്നതിന് കൃത്യമായൊരു മറുപടി ഇപ്പോഴും ലഭിക്കുന്നില്ല. തുടർ ആക്രമണങ്ങളിൽ ദുർബലമായോ ഇറാൻ എന്നുള്ളതായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അവിടെ ഏതാണ്ട് തുല്യമായ അഭിപ്രായമാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തിയത് എന്നത് എടുത്തു പറയട്ടെ. ദുർബലപ്പെട്ടു എന്ന് 48%, ദുർബലപ്പെട്ടിട്ടില്ല എന്ന് 49% പ്രേക്ഷകർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.